നടി മഞ്ജു വാര്യർക്കുള്ള ജന്മദിന ആശംസകളാണ്. മഞ്ജു വാര്യരുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഇന്നലെ വേട്ടയൻ എന്ന തമിഴ് ചിത്രത്തിലെ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തു വന്നിരുന്നു. രജനീകാന്തിനോടൊപ്പം മഞ്ജു തകർത്താടിയ ആ ഗാനരംഗമാണ് ഇന്ന് ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത്. നിലവിൽ മഞ്ജു വാര്യർക്ക് ഒരു വൻ വിജയം കരിയറിൽ അത്യാവശ്യമായി വേണ്ട സമയമാണിത്. മലയാളത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഫൂട്ടേജ് എന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. അതൊരു ഹിറ്റായി മാറിയിട്ടില്ല. അതിനു മുമ്പ് റിലീസ് ചെയ്ത വെള്ളരിപ്പട്ടണം, ഐഷ, മേരി ആവാസുനോ പോലുള്ള തകർച്ചയുടെ ക്ഷീണം ഇനി മാറ്റേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇനി വരാനുള്ളത് വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ കൂടിയാണ്. മലയാളത്തിൽ എമ്പുരാൻ ഈ പറഞ്ഞ എല്ലാ പരാജയങ്ങളുടെയും ക്ഷീണം മാറ്റാൻ സാധ്യതയുള്ള സിനിമയാണ്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ മോഹൻലാലിന്റെ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിനൊപ്പം മഞ്ജുവിന്റെ പ്രിയദർശിനി എന്ന കഥാപാത്രവും എത്തരത്തിൽ മാറും എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ എമ്പുരാൻ അല്ലാതെ മറ്റൊരു സിനിമ മഞ്ജു വാര്യർ ഏറ്റെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മറിച്ച് അന്യഭാഷാ ചിത്രങ്ങളിൽ തിരക്കിലാണ് താനും. അമൃക്കി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറാൻ കൂടി പോവുകയാണ് മഞ്ജു വാര്യർ. വേട്ടയന് പുറമെ വിജയ് സേതുപതി വെട്രിമാരൻ കൂട്ടുകെട്ടിലെത്തുന്ന വിടുതലൈ പാർട്ട് 2 മഞ്ജു വാര്യർ ഫാൻസിന് വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. മിസ്റ്റർ എക്സ് ആണ് മഞ്ജു വാര്യരുടേതായി തമിഴിൽ ഒരുങ്ങുന്ന മറ്റൊരു സിനിമ. നിലവിൽ വേട്ടയനിലെ മനസ്സിലായോ എന്ന ഗാനം സൂപ്പർ ഹിറ്റ് അടിച്ചു കഴിഞ്ഞു. കടുംചുവപ്പ് സാരിയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് തലൈവരോടൊപ്പം ചുവട് വെക്കുന്ന മഞ്ജു വാര്യരുടെ ഫോട്ടോസും വീഡിയോസുമാണ് വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. വളരെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളതെങ്കിലും അത് ഹിറ്റായി കഴിഞ്ഞു. ഏകദേശം 50 ലക്ഷത്തോടടുക്കുകയാണ് ഈ പാട്ടിന്റെ വ്യൂസ്. ഇത്രയും എനർജിയിൽ മഞ്ജു വാര്യരെ വീണ്ടും കാണാനായതിന്റെ സന്തോഷം പങ്കുവെക്കുക കൂടിയാണ് ആരാധകർ. 18ാമത്തെ വയസ്സിൽ സല്ലാപത്തിലൂടെ നായികയായി എത്തിയ മഞ്ജു വാര്യർ ഇന്നും നായികയായി തന്നെ തുടരുന്നു എന്നത് പല നായികമാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണ്. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരുന്നു. കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട്. സിനിമയിൽ നിന്നും ഇടവേള എടുത്ത മഞ്ജു വാര്യർ 2014 പുറത്തിറങ്ങിയ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. റാണി പത്മിനി, വേട്ട, ഉദാഹരണം സുജാത, വില്ലൻ, ആമി, ഒടിയൻ, ലൂസിഫർ, പ്രതി പൂവൻകോഴി, ദി പ്രീസ്റ്റ്, ചതുർമുഖം തുടങ്ങി ശ്രദ്ധേയമായ സിനിമകൾ രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നു. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും ചുവടുറപ്പിക്കുകയായിരുന്നു. സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മാൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടുകയും ചെയ്തു. ഇനിയും കരുത്തുറ്റ കഥാപാത്രങ്ങൾ മഞ്ജു വാര്യരുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നിലവിൽ നിരവധി പരാജയങ്ങൾ തുടർച്ചയായി മഞ്ജു വാര്യരുടെ കരിയറിലുണ്ടെങ്കിലും വമ്പൻ വിജയങ്ങൾ വേട്ടയനിലൂടെയും വിടുതലയിലൂടെയും ഒക്കെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.